മനുഷ്യനെ പോലെ നടക്കണം. ഭാര്യ വരിച്ചവരെ അപ്പുറത്തോട്ട് ഇറങ്ങൂല. ഓ നാളെ സ്വർഗത്തിന്റെ വെളിയില. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കണം, തെറ്റ് കണ്ടാ തിരുത്തണം, നന്മ ഉപദേശിച്ചു കൊടുക്കണം. അത് ഈ നാട്ടിലെ പ്രായമുള്ളവരുടെ ബാധ്യതയാണ്. അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ദുരന്തങ്ങൾ വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള വാപ്പമാരോട് പറയുകയാണ്, ഈ നാട്ടിലെ ചെറുപ്പക്കാര് പറയണമെടാ, ഇവിടെ പ്രായം ചെന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അവര് കണ്ടാ ഉപദേശിക്കുമടാ. ഈ നാട്ടിലെ ചെറുപ്പക്കാര് തന്നെ പറയണം, ഈ നാട്ടിൽ ചില പ്രായമുള്ളവരുണ്ടോ, അങ്ങനെ വന്ന് പ്രസംഗിച്ചതിന് ശേഷം എന്ത് കണ്ടാലും ഭയങ്കര ഉപദേശവാ, അവര് കളിയാക്കട്ടെ, പക്ഷേ പറഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താണ്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന, നന്മ ഉപദേശിക്കുന്നവര് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കുമ്പോ പറഞ്ഞു കൊടുക്കണം. തലമറക്കാതെ ശരീരം മറക്കാതെ നടക്കുന്ന നിന്റെ പെൺമക്കളോട് നിങ്ങൾ തെറ്റ് കണ്ടാ തിരുത്തി കൊടുത്ത അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്ത്? നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോ ഖബർ പൊളിച്ചിട്ട് എല്ലാവരും നാളെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എല്ലാവരും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു ഒരു വിഭാഗത്തടുത്തേക്ക് വിളിക്കുകയാണ്, അല്ലാഹു ഒരു വിഭാഗത്തെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാ, വയദ്ഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ്. ഇന്ന് നിങ്ങൾക്ക് വിചാരണയില്ല, നിങ്ങൾക്ക് വിചാരണയില്ല. ഈ നാട്ടിലെ ചില ആൾക്കാര് അല്ലാഹു അടുത്തേക്ക് വിളിക്കുന്ന ചില വാപ്പമാര്, ചില ഉമ്മമാര് അല്ലാഹു അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, വദാല അവിടെന്ന് പറയുന്നു, വയദ്ഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ്. ഇന്ന് നിങ്ങൾക്ക് വിചാരണയില്ല, നിങ്ങളെ സ്വർഗത്തിലേക്ക് പോ, നിങ്ങളെ സ്വർഗത്തിലേക്ക് പോ. ആരാ നബിയേ, ആരാ നബിയേ? സഹാബാ. നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാ തിരുത്തുകയും ചെയ്യുന്നവർക്ക് നാളെ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. ഈ നാട്ടിൽ ഇനി ആർഭാട വിവാഹങ്ങൾ വേണ്ട, അനാചാരങ്ങൾ വേണ്ട, പേക്കൂത്തുകൾ വേണ്ട, ഇസ്ലാമിന് പേരുദോഷം കൽപ്പിക്കുന്ന ഒന്നും വേണ്ട. കണ്ടാ തിരുത്തി കൊടുക്കണം ഉപ്പാ. അല്ലാഹുവേ, നാളെ വിചാരണയില്ലാതെ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഭാഗ്യം ഈ പ്രായമുള്ളവർക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളും തിരുത്തി കൊടുക്കണം. പ്രായമായവർക്ക് മാത്രമല്ല ഉപദേശിക്കാൻ യോഗ്യത, അല്ലാത്തവർക്കുമുണ്ട്. പക്ഷേ സാഹചര്യവും സന്ദർഭവും നോക്കിയിട്ട് വേണം ഉപദേശിക്കാൻ. പ്രായമുള്ള 60 വയസ്സുള്ള വാപ്പായെ ഈ നാട്ടിലെ 15 വയസ്സുകാരൻ പോയി ഉപദേശിച്ച് എങ്ങനെയിരിക്കും? പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഒന്നുകൂടെ ലോകത്ത് ദുരന്തമുണ്ടാകാനുള്ള 4ാമത്തെ കാര്യമെന്താ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാറുള്ള, നാടുകളിൽ ദുരന്തങ്ങൾ ഉണ്ടാകാറുള്ള 4ാമത്തെ കാരണം എന്തെന്നറിയുമോ? വനിസാഉഹും മസ്തൂറാത്തുൻ യതബറജുന തബറജുൽ ജാഹിലത്തിൽ ഉലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ അദാബുകൾ ഉണ്ടാകാനുള്ള കാരണമെന്താ? കടല് കരയിലേക്ക് വരാനുള്ള കാരണമെന്താ? അല്ലാഹുവേ, സമാധാനത്തോടെ അടിച്ചിരുന്ന കാറ്റുകൾ കൊടുങ്കാറ്റാകാർ, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാർ, പെയ്യുന്ന മഴ ഇങ്ങനെ ശക്തമായി പെയ്തിട്ട് നാട് മുഴുവനും വെള്ളത്തിൽ മുങ്ങാനുള്ള 4ാമത്തെ കാരണമെന്തെന്നറിയുമോ? ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങളുടെ പ്രവർത്തനമാണ്. ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങളുടെ ഓരോ രീതികൾ കണ്ടാൽ, അവരുടെ പല പ്രവർത്തനങ്ങളും കണ്ടാ 6ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ നാട്ടിലെ പെണ്ണുങ്ങൾ പോലെ തോറ്റുപോകുന്ന രീതിയിലാ ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിതം കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് പലതും പറയുമ്പോ നിങ്ങൾക്ക് സഹിക്കൂല.
പക്ഷേ പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ അല്ല എന്നെ വെറുതെ വിടില്ല പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങൾ കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ടാൽ ഫർദയും ധരിച്ചുകൊണ്ട് ഹിജാബും ധരിച്ചുകൊണ്ട് ഇന്ന് കാണിക്കുന്ന വൃത്തികേടുകൾ കോമാളിത്തരങ്ങൾ കണ്ടിട്ട് സഹിക്കുന്നില്ല പെണ്ണുങ്ങള്. എന്തെല്ലാം വൃത്തികേടാവുമ്മ. അല്ലാഹുവേ, ആയിഷ ബീബി ധരിച്ച, ഖദീജ ബീബി ധരിച്ച, ഫാത്തിമ ബീബി ധരിച്ച ആ പുണ്യമായ ഫർദ എന്ന് പറയുന്ന വസ്ത്രമുണ്ടല്ലോ, അല്ലാഹുവേ, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് മുസ്ലിം പെണ്ണ് കാണിക്കുന്ന വൃത്തികേടുകൾ പറയാതിരിക്കാൻ കഴിയുമോ? ഇന്നെല്ലാ ടിക്ടോക്കിന്റെ പുറകിലാണ്. എന്റെ മുസ്ലിം പെണ്ണ് ഫർദ അടിച്ചിട്ട് നീ ചെയ്യടി, നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിനക്ക് ടിക്ടോക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാ, അത് നിന്റെ ഇഷ്ടമാണ്. എന്തിനാ പൊന്നു പെങ്ങളെ ഫർദ ധരിക്കുന്നത്? ഒരപേക്ഷയാ, ഒരപേക്ഷയാ. അല്ലാഹുവേ, ആ പുണ്യമായ വസ്ത്രമൊന്ന് ഊരിയിടുപെണ്ട്. എന്തിനാ അത് ധരിച്ചുകൊണ്ട്? അല്ലാഹുവേ, അമുസ്ലിമീങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പെമ്മക്കള് നടക്കുന്ന കാലമാ. കൂടെ പഠിക്കുന്നവന്റെ കയ്യിൽ പിടിച്ചാ കുഴപ്പമില്ല, ബൈക്കിന്റെ പുറകിൽ കേറിയാ കുഴപ്പമില്ല. അല്ലാഹുവേ, ബസ്സിലും ട്രെയിനിലും ഒന്ന് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ഉസ്താദിരിക്കുന്നുണ്ടോ, പ്രായം ചെന്ന ഉമ്മമാരിയ്ക്കുന്നുണ്ടോ, പ്രായം ചെന്ന വാപ്പമാരിയ്ക്കുന്നുണ്ടോ, പെമ്മക്കളിരിക്കുന്നുണ്ടോ? നോക്കാതെ കാമുകന്റെ മടിത്തട്ടിൽ കിടന്ന് സുഖിക്കുന്ന യുവത്വമേ, എന്തേ ചിന്തിക്കാത്തത്? ചിന്തിക്കാത്തത്? എവിടെ നോക്കിയാലും നമ്മുടെ സമുദായവാ. നമ്മുടെ സമുദായത്തിന് ഇത്ര ധൈര്യം എവിടെ നിന്ന് കിട്ടി? അഹങ്കരിക്കല്ലേടി പൊന്നുമോള്, ഈ അഹങ്കാരത്തിനൊക്കെ അവസാനമുണ്ടടി. എത്ര അഹങ്കരിച്ചാൽ, എന്തൊക്കെ അഹങ്കാരം കാണിച്ചാൽ തീരുന്ന ഒരു ദിവസമുണ്ട് പൊന്നുമോളെ. വെള്ള തുണിയിൽ പുതച്ചിട്ട് നിന്റെ വീടിന്റെ അകത്ത് കിടത്തുന്ന ഒരു ദിവസം, ആ ദിവസം വിദൂരമല്ല, ആ ദിവസം വിദൂരമല്ല. കാരണം മുത്തുനബിയാ പറഞ്ഞത്, വ്യഭിചരിക്കുന്നവർക്ക് ആയുസ് കുറവാ, വ്യഭിചരിക്കുന്നവർക്ക് ആയുസ് കുറവാ. വ്യഭിചാരമെന്ന് പറഞ്ഞ റൂം എടുത്തിട്ട് രണ്ടുപേരും കൂടെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് പൊളിക്കുന്നതിനല്ല എന്റെ പ്രിയമുള്ളവരെ. കിടപ്പറയിൽ കിടന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് വ്യഭിചാരമാ, അന്യ പെണ്ണിനെ കാണുന്നത് വ്യഭിചാരമാ, അന്യ പെണ്ണിനോട് സംസാരിക്കുന്നത് വ്യഭിചാരമാ, അന്യ പെണ്ണിന്റെ സംസാരം കേൾക്കുന്നത് വ്യഭിചാരമാ. വ്യഭിചരിച്ച് നടക്കുന്ന പെണ്ണ്, വ്യഭിചരിക്കുന്ന ചെറുപ്പക്കാരാ, പോകുമടാ. 50-ാമത്തെ വയസ്സിൽ വിധിച്ചിരുന്ന നിന്നെ 30-ാമത്തെ വയസ്സിൽ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകും മോനെ. ആയുസ് കുറച്ച് കളയുമടാ. ദാരിദ്ര്യം നിന്നെ പിരിവിടുമടാ. അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരും. പെണ്ണ് പിടിച്ച് നടക്കുന്നവർ, പടച്ചവന് ഫോൺ റീചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ നടക്കുന്നവരുണ്ട്. ഏത് കച്ചവടം ചെയ്താലും കൊത്തുവാള എടുക്കുന്നതിന്റെ കാരണം വ്യഭിചാരമാടാ. റസൂലുള്ളാഹി പറഞ്ഞത്, നിന്നെ അല്ലാഹു സുഖിക്കാൻ വിടൂല. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് പറയുകയാണ്, എവരെയെങ്കിലും കിട്ടുമ്പോ തിന്നിട്ട് എല്ലിന്റെ അകത്ത് കയറി കൊഴുപ്പ് കൂടുമ്പോ, മോളെ, വാപ്പാരെയും ഉമ്മാരെയും കൂടപ്പറപ്പിനെയും സമുദായത്തിനെയും അല്ലാഹുവിനെയും മറക്കുന്ന പെങ്ങന്മാരെ, ഒരു ദിവസം പരിപാടി ഈ ചെയ്തു കൂട്ടിയതിന് മുഴുവനും അല്ലാഹു പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം എന്തു പറയുമെന്ന് നീ കരുതിക്കോ. കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടല്ലോ, അല്ലാഹുവേ, ഞാൻ ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരി പള്ളിയിലോ 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്ന ദിവസങ്ങളെ ആയുള്ളൂ. വാപ്പ കൊണ്ടുവന്ന് വിട്ടിട്ട് ഗൾഫിലേക്ക് പോയി. രാത്രി വന്ന് കിടന്നതാടാ. 18 വയസ്സുകാരൻ രാവിലെ എഴുന്നേറ്റില്ല. ചെന്ന് നോക്കുമ്പോ കൈകാലുകൾ പടച്ചവരെ തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയാ. റബ്ബേ, പോയ വാപ്പ അതുപോലെ തിരിച്ചു വന്നു. അവന്റെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ. ഇത്രേ ഉള്ള പോലെ. അതുകൊണ്ട് അഹങ്കരിക്കുന്ന പെങ്ങന്മാരോട് അല്ലാഹുവേ, പെണ്ണുങ്ങൾ
നിങ്ങൾ 15ഉം 20ഉം 25ഉം വയസ്സുള്ളവള് പോകട്ടെ, ഈ 35ഉം 40ഉം തികഞ്ഞ തള്ളയ്ക്ക് എന്തിന്റെ കുറവാ? പറയുമ്പോ എല്ലാം പറയണം. പടച്ചവനെ 10ഉം 25ഉം വയസ്സുള്ളവള് ചെയ്താ പറയും പക്വത എത്തിയില്ലെങ്കിൽ ഈ 40 തികഞ്ഞ കിളവിക്കിനി എന്ന് പക്വത എത്താരാ?